നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചക്കക്കുരു തോരനാണ്. അതിനു വേണ്ടത് ഒരു 20 ചക്കക്കുരു പകുതി വേവിച്ച് തൊലി കളഞ്ഞ് രണ്ടായി മുറിച്ച് വെച്ചത്, ഒരു ബൗളിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ ഒരു പ്ലേറ്റിൽ ഒരു അരമുറി തേങ്ങ തിരുകിയത്, ഒരു പ്ലേറ്റിൽ കുറച്ച് മുരിങ്ങയില, ഒരു 3-4 തണ്ട് മതിയാവും, പിന്നെ ഒരു 4 വറ്റൽമുളക്, പിന്നെ ഒരു 5 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചത്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വേവിച്ച് മുറിച്ച് വെച്ച ആ ചക്കക്കുരു മിക്സിയിൽ ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒന്ന് ചെറുതായി അടിച്ചെടുത്താൽ മതിയാവും. 1-2 പ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കുക. അത് പീര രൂപത്തിൽ അടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഇത് 2-3 തവണ ഇങ്ങനെ ചെറുതായിട്ട് അടിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. പീര രൂപത്തിലായി വരണം. ആ കണക്കിനാണ് നമ്മൾ ഇത് അടിച്ചെടുക്കേണ്ടത്. നോക്കിയിട്ട് ശരിയായ രൂപത്തിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ പീര രൂപത്തിൽ ആയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളതും കൂടി അതേ രൂപത്തിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ചക്കക്കുരു മൊത്തം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വച്ചിരുന്ന തേങ്ങാപ്പീര എടുക്കുക. അതിൻ്റെ കൂടെ 4 ചെറിയ ഉള്ളി എടുക്കുക. ഒരു 3 കഷ്ണം വെളുത്തുള്ളി എടുക്കുക. ഈ ചെറിയ ഉള്ളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതല്ല, അല്ലാതെ എക്സ്ട്രാ ഒരു 4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചതാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരല്പം ജീരകവും കൂടി ചേർക്കുക. ഇതുപോലെ തേങ്ങാപ്പീരയും ചെറിയ ഉള്ളിയും ജീരകവും എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഇനി അടുത്തതായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഒരു സ്പൂൺ മതിയാവും. ഇത്രയും ചേർത്ത് ഇതുപോലെ മിക്സിയിൽ വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക. അതും ജെല്ലായി പോകാത്ത രീതിയിൽ അടിച്ചെടുക്കുക. പീരയാകുന്ന രീതിയിൽ തന്നെ അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇതുപോലെ ഇപ്പോൾ ചക്കക്കുരു തോരൻ തയ്യാറാക്കുന്നതിൻ്റെ പകുതി പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ കുറച്ച് എണ്ണ ഒഴിച്ചായിരുന്നു, ഒരു ബൗളിൽ എണ്ണ ഒഴിച്ചായിരുന്നു. അതിൽ നമ്മൾ ഇപ്പോൾ തട്ടിയിരിക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. ഇപ്പോൾ തട്ടിയിരിക്കുന്നത് അത് ഒന്ന് മൂത്ത് വരണം, നന്നായി ഒന്ന് മൂത്ത് വരണം. ഒരു ബ്രൗൺ കളർ ആയി വരണം. അങ്ങനെ ബ്രൗൺ കളറായി വരുന്നത് വരെ അതൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ല ബ്രൗൺ കളറായി വരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് അത് ബ്രൗൺ കളറായി വന്നത് കാണാം. ഇനി നമുക്ക് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി നമുക്ക് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇതുപോലെ അത് വേറൊരു പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ബൗളിലേക്ക്, ഇതുപോലെ ബൗളിലേക്ക് മാറ്റുക. ഇങ്ങനെ മാറ്റിയെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കുറച്ച് കടുക് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. 1 സ്പൂൺ കടുക് അങ്ങിട്ട് കൊടുക്കുക. കടുക് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരണം. ഇത് വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത ചേരുവ ഇടുന്നത്. അടുത്ത ചേരുവ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, 5 ചെറിയ ഉള്ളി, അതും ആ 4 വറ്റൽ മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറിയ ഉള്ളി അങ്ങിട്ട് കൊടുക്കുക. ശേഷം ആ 4 വറ്റൽ മുളകും അതുപോലെ അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ നല്ലവണ്ണം ഒന്ന് വശക്കി കൊടുക്കുക. അതും ഒന്ന് ചുവന്ന് വരണം. അതുപോലെ നല്ലവണ്ണം ഒന്ന് വശക്കി കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു തോരനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ അത് ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് ചുവന്ന് വരുന്നത് വരെ ആ ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കൂടി നല്ലവണ്ണം ഒന്ന് വശക്കി കൊടുക്കുക. അതൊന്ന് ചുവന്ന് വരണം. അപ്പോൾ ഏകദേശം തയ്യാറായിട്ടുണ്ട്. അടുത്ത ചേരുവ ഇടാൻ പോവുകയാണ്. അടുത്ത ചേരുവ എന്ന് പറയുന്നത് മുരിങ്ങയിലയാണ്. ആ പ്ലേറ്റിലെ മുരിങ്ങയിലാണ് നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത്. മുരിങ്ങയില ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കറിവേപ്പില ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുരിങ്ങയില തട്ടുകയാണ്. അതിൽ ഇതുപോലെ അങ്ങ് തട്ടി കൊടുക്കുക. മുരിങ്ങയില നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഇലവർഗ്ഗമാണ്. എല്ലാവർക്കും അറിയാം, വിറ്റാമിനൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക.
എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് വശക്കി കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വശക്കി കൊടുക്കുക. അടുത്ത് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച തേങ്ങാപ്പീരയാണ്. മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചേർത്ത തേങ്ങാപ്പീരയാണ് ഇപ്പോൾ ചേർക്കുന്നത്. തേങ്ങാപ്പീരയും കൂടെ ചേർത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് വശക്കി കൊടുക്കുക. അത് അടിയിൽ പിടിക്കാത്ത രീതിയിൽ, ചട്ടിയുടെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ നല്ലോണം ഒന്ന് വശക്കി കൊടുക്കുക. ഇത്രയും ആകുമ്പോൾ ചക്കക്കുരു തോരൻ്റെ ഏകദേശം ആയിക്കഴിഞ്ഞു എന്ന് പറയാം. അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അത് ഒന്ന് ചുവന്ന് വരണം, നന്നായിട്ടൊന്ന് ചുവന്ന് വരണം. അതുവരെ മൂട്ടിൽ പിടിക്കാത്ത രീതിയിൽ നല്ലോണം ഒന്ന് വശക്കി കൊടുക്കുക. നിങ്ങളും ഇനി ചക്കക്കുരു തോരൻ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അത് വീണ്ടും വീണ്ടും നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. മൂട്ടിൽ പിടിക്കരുത്, ഒരു കാരണവശാലും മൂട്ടിൽ പിടിക്കരുത്, എങ്കിൽ അത് വേറൊരു ടേസ്റ്റായി പോകും. ഇതൊന്ന് റെഡിയായി വന്നിട്ട് വേണം നമ്മൾക്ക് അടുത്ത ഐറ്റം ചേർക്കാൻ. അടുത്ത ഐറ്റം ഏതെന്ന് നമുക്കെല്ലാം അറിയാം, ചക്കക്കുരു തന്നെയാണ്. അപ്പോൾ അതുവരെ നമ്മൾ ഇത് ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുക. അത് നല്ലോണം ഒന്ന് റെഡിയായി വരണം. നമ്മൾ അടുത്ത ചക്കക്കുരു ചേർക്കുകയാണ്. ചക്കക്കുരു നമ്മൾ മിക്സിയിൽ അടിച്ചത് അവിച്ച് വേവിച്ച് മിക്സിയിൽ അടിച്ചതാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നല്ലോണം ഒന്ന് കിണ്ടി കൊടുക്കുക. ഇപ്പോൾ ഒരു 98% പൂർത്തിയായിട്ടുണ്ട്. നല്ലോണം ഒന്ന് കിണ്ടി കൊടുക്കുക. ഇനി ഒരു ചെറിയൊരു ഐറ്റം കൂടി ചേർക്കേണ്ടതുണ്ട്. അതുവരെ ഒന്ന് കിണ്ടി കൊടുക്കുക. ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെ ചെറിയൊരു ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്, ഉഴുന്ന് പരിപ്പാണ്. നമ്മൾ നേരത്തെ എണ്ണയിൽ വറുത്തെടുത്ത ഉഴുന്ന് പരിപ്പാണ് അവസാനമായി ചേർത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അത് അതിലൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചക്കക്കുരു തോരൻ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു തോരനാണ് ഇപ്പോൾ റെഡിയായിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ആരോഗ്യത്തിന് വളരെ ഉത്തമവുമായിട്ടുള്ള ഒരു ഐറ്റമാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാം, കഞ്ഞിയുടെ കൂടെ കഴിക്കാം. അങ്ങനെ വളരെ ഉത്തമമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു തോരനാണ് ഇപ്പോൾ ഇവിടെ റെഡിയായിരിക്കുന്നത്. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ റെഡിയായിട്ടുണ്ട് ചക്കക്കുരു തോരൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു തോരൻ ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ആ പുകയും നല്ലൊരു മണവും വരുന്നുണ്ട്. ആഹാ! അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും വളരെ അത്യാവശ്യമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.